ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ നോക്കുന്നത്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 3ാമത്തെ ചാപ്റ്റർ ആയ ഭൂമിദാനവും ഇന്ത്യൻ സമൂഹം എന്നുള്ള ചാപ്റ്റർ ആണ് നോക്കാനുള്ളത് കേട്ടോ. ടോട്ടൽ 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് 3ാമത്തെ ചാപ്റ്റർ ആണ് നോക്കാനുള്ളത് കേട്ടോ. ഓക്കെ, അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ PSC എക്സാം എഴുതുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, അപ്പൊ ഡിഗ്രി പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞില്ല, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഓക്കെ, 3ാമത്തെ ചാപ്റ്റർ ആണ് ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കൃതിയിലുള്ള കുറച്ച് വരികളാണല്ലേ കൊടുത്തിട്ടുള്ളത്. ഏതാണ് കൃതി? 1967 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആൻഷ്യൻ ഇന്ത്യൻ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിലുള്ളതാണ് കേട്ടോ. അലോക് മോഹനാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു വരികള് ഒന്ന് നോക്കല്ലേ. വകാടക മഹാരാജാവ് ശ്രീ വിന്ധ്യശക്തി രണ്ടാമന്റെ കൽപ്പന പ്രകാരം വിജയവും ദീർഘായുസും ഇഹ പരലോകങ്ങളിൽ ക്ഷേമ സമാധാനങ്ങളും കൈവരുന്നതിനായി ഈ ഗ്രാമത്തിന്റെ പകുതി നാം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുന്നു. ചതുർവേദങ്ങളാലും മുൻ രാജാക്കന്മാരാലും അംഗീകരിക്കപ്പെട്ട ആചാരപ്രകാരമുള്ള ഒഴിവുകൾ ഈ ഭൂമിദാനത്തിനും ബാധകമായിരിക്കുന്നതാണ്. അവ ഇതര പ്രദേശങ്ങൾ പോലെയല്ല ഇവിടെ ഭരണം. ഉപ്പും മദ്യവും ഊറ്റിയെടുക്കരുത്. രാജകീയ ഖജനാവിലേക്ക് പണമോ ഭക്ഷ്യധാന്യങ്ങളോ ഒടുക്കേണ്ടതില്ല. രാജാവിനായി പൂക്കളോ പാലോ നൽകേണ്ടതില്ല. ഉദ്യോഗസ്ഥർക്ക് പശുവിനെയോ കാളയെയോ നൽകേണ്ട. രാഷ്ട്രത്തിന് സേവനങ്ങൾ നൽകേണ്ട. കുതിരച്ചമയങ്ങളോ കരിയോ നൽകാൻ ബാധ്യതയില്ല. നിയമപാലകർ ഇവിടെ പ്രവേശിക്കരുത്. യാത്രയിലായിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കട്ടിലും അടുപ്പും മറ്റും നൽകേണ്ട. രാജാവിന് നികുതി അടിക്കേണ്ടതില്ല. ചരക്ക് കടത്താൻ പണമെടുക്കേണ്ട. ഭൂഗർഭ നിധി നിക്ഷേപങ്ങളുടെ മേൽ അവകാശമുണ്ടായിരിക്കും. ഭൂമി വേലി കെട്ടി തിരിക്കാനും മണ്ണുയർത്താനും വലിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാനും അവകാശമുണ്ടായിരിക്കും. ഇതിന് തടസ്സമാവുകയോ തടസ്സ ഹേതുവാവുകയോ ചെയ്യുന്നവരെ നാം പരാതി പ്രകാരം ശിക്ഷിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വരികള് എന്താണ്? വകാടക രാജാവായിരുന്ന വിന്ധ്യശക്തി രണ്ടാമൻ, അതായത് 385 മുതൽ 400 CE കാലഘട്ടത്തിലാണ് അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ഉത്തരവാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതില് രാജാവിന്റെ കൈവശമുള്ളതിൽ കുറച്ചു ഭൂമി പ്രത്യേക അവകാശങ്ങളോടെ ബ്രാഹ്മണർക്ക് കൈമാറുന്നത് സംബന്ധിച്ചാണ് ഈ ഒരു ഉത്തരവില് പരാമർശിക്കുന്നത്. ഇത് ഭൂമിദാനം എന്നറിയപ്പെടുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ആരുടേതാണ്? വിന്ധ്യശക്തി രണ്ടാമൻ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ഉത്തരവാണല്ലേ ഇതിൽ കാണാൻ പറ്റുന്നത്. ഇനി ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. രാജാവ് ഭൂമിദാനം നൽകുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അതുപോലെ ഭൂമിദാനങ്ങൾ ആരംഭിച്ചതെന്ന്, എന്തുകൊണ്ട്? ഇത്തരം ദാനങ്ങൾ സാധാരണമായിരുന്നു. അപ്പൊ രാജാവ് ഭൂമിദാനം നൽകുന്നതിന്റെ ലക്ഷ്യം എന്താണ്? നമുക്കിവിടെ ഈ ഒരു കൃതിയിലുള്ള വരികൾ വായിച്ചാൽ അറിയാം. അതായത് രാജാവ് എന്തിനൊക്കെയാണ് വിജയവും അതുപോലെ അഭിവൃദ്ധിയും നേടുന്നതിനും അതുപോലെ ഈ ലോകത്തിലും അതുപോലെ പരലോകത്തിലും ഒക്കെ ക്ഷേമം ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടിയാണ് രാജാവ് തന്റെ ആയുസ്, ബലം, വിജയം എന്നിവ വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ടാണ് ബ്രാഹ്മണർക്ക് ദാനം നൽകുന്നത്. ഇനി ഭൂമിദാനങ്ങൾ ആരംഭിച്ചത് എന്ന്, എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാണ് ഭൂമിദാനം ആരംഭിച്ചിട്ടുള്ളത്? AD 1-ാം നൂറ്റാണ്ടിൽ, അതായത് ക്രിസ്തുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ദക്ഷിണേന്ത്യയിലും മധ്യേഷ്യയിലുമായിട്ട് ഭരണം നടത്തിയിരുന്ന ശതവാഹനന്മാർ. ആരാണ്? ഇമ്പോർട്ടന്റ് ആണ്. ശതവാഹനന്മാർ. ഓക്കെ, ശതവാഹനന്മാരാണ് ഈ ഒരു ഭൂമിദാനം ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ദക്ഷിണേന്ത്യയിലും മധ്യേഷ്യയിലുമായിട്ട് ഭരണം നടത്തിയിരുന്ന ശതവാഹനന്മാർ AD 1-ാം നൂറ്റാണ്ടിലാണ്, അതായത് ക്രിസ്തുവർഷത്തിന്റെ തുടക്കത്തിലാണ് ചരിത്രത്തിൽ ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തിയ ഭൂമിദാനങ്ങൾ ആദ്യമായിട്ട് ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ ആദ്യകാല ഗുണഭോക്താക്കള് ആരാന്ന് വെച്ചാൽ ശതവാഹന രാജാക്കന്മാര് തുടക്കത്തിലെ ബുദ്ധ സന്യാസിമാർക്കും പിന്നീട് ബ്രാഹ്മണർക്കുമായിട്ടാണ് ഭൂമി ദാനം നൽകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ബുദ്ധ സന്യാസികളും ബ്രാഹ്മണരൊക്കെ ആയിരുന്നു ആദ്യത്തെ ഇത് ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. പിന്നീട് ഇതിന്റെ ലക്ഷ്യമായിട്ട് പറയാൻ പറ്റുന്നത് എന്താ, എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താണ്? തരിശു ഭൂമികളും കാടുകളും ഒക്കെ വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നെങ്കിലും സാമ്രാജ്യത്തിന്റെ അധികാരം പുതിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം ഉണ്ടായിരുന്നു. അതുപോലെ ഒപ്പം മതപരമായിട്ടുള്ള പുണ്യം നേടുക എന്നൊക്കെ ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ശതവാഹനന്മാരാണ് ഭൂമിദാനം ആരംഭിച്ചിട്ടുള്ളത് AD 1-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. അതുപോലെ ആദ്യ ഗുണഭോക്താക്കൾ ആരൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബുദ്ധ സന്യാസിമാരും അതുപോലെ ബ്രാഹ്മണന്മാരും കേട്ടോ. ഇത്തരം ദാനങ്ങൾ സാധാരണമായിരുന്നു എന്ന് ചോദിക്കുന്നു കേട്ടോ. ഇത്തരം ദാനങ്ങൾ സാധാരണമായിരുന്നു
ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത്തരം ഭൂദാനങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ സ്ഥിരമായിരുന്നു കേട്ടോ. ഇതിന്റെ കാരണം നമുക്ക് ഈ ഒരു പാഠഭാഗത്തു നിന്ന് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ എന്താണ്, തലമുറകളോളം നിൽക്കുന്നുണ്ട് കേട്ടോ. സ്ഥിരമാണെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലുള്ള അവകാശം എന്താണ്, ദാനം ലഭിച്ചവർക്ക് സ്ഥിരമായിട്ടാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ ഒരു കൃതിയിലെ വരികൾ നിന്ന് വായിച്ചാൽ മനസ്സിലാവുന്നുണ്ട് അല്ലെ. അതെന്താണ്, സ്ഥിരമായിട്ടാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, തലമുറകളോളം അനുഭവിച്ചു പോരേണ്ടതായിരുന്നു. ഓക്കെ. അതുപോലെ ഇതില് ഈ ഒരു കൃതി പറയുന്നുണ്ട്, നികുതി ഇളവുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ. അതായത് ഈ ഭൂമിയിൽ നിന്ന് രാജാവോ രാജാവിന്റെ ഉദ്യോഗസ്ഥരോ യാതൊരുവിധ നികുതികളും അതായത് പിരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ അധികാര സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉപയോഗിക്കാനുള്ള പൂർണ്ണ അവകാശമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഭൂമി വേലി കെട്ടി തിരിക്കാനും മണ്ണുയർത്താനും വലിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാനും ഒക്കെ അവകാശം ഉണ്ടായിരിക്കുന്നു ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരിക്കലും നൽകി കഴിഞ്ഞാൽ പിന്നീട് രാജാവിനോ ഭരണകൂടത്തിനോ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധം സ്ഥിരവും അതുപോലെ ബാധ്യതകളൊന്നും ഇല്ലാത്തതുമായിട്ടുള്ള ദാനങ്ങളാണ് ഇവ എന്ന് പറയാൻ പറ്റും. ഓക്കെ. ബുദ്ധകൃതികളിൽ ഭൂപിദാനത്തെ കുറിച്ചുള്ള സൂചനകൾ കാണാം. എന്നാൽ ഇത് വ്യാപകമായതും ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിച്ചതും മൗര്യന്മാർക്കു ശേഷമാണ്. ഇനി മൗര്യ രാജ്യത്തിന്റെ തകർച്ചയ്ക്കു ശേഷം ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ നിരവധി രാജവംശങ്ങൾ അധികാരത്തിൽ വന്നു. നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ നിന്നും ഇവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൗര്യ രാജവംശത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. മൗര്യ രാജ്യത്തിന്റെ തകർച്ചയ്ക്കു ശേഷം ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ നിരവധി രാജവംശങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു ഭൂപടത്തിൽ തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പൊ ഓരോ ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. കുശാനന്മാര്, ഗുപ്തന്മാര്, ശാകന്മാര്, വാകാടകന്മാര്, ശതവാഹനന്മാര്, ചോളന്മാര്, ചേരന്മാര്, പാണ്ഡ്യന്മാര്. ഇപ്പൊ നമ്മള് പറഞ്ഞിട്ട് ഭൂമിദാനം ആരംഭിച്ചത് ആരായിരുന്നു? ശതവാഹനന്മാരാണ് കേട്ടോ. ഓക്കെ. ഇനി ഇവിടെ ഭൂപടത്തിൽ നിന്നും അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ എന്താണ്, മൗര്യ രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ എന്താണ് നിരവധി രാജവംശങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ ഈ ഒരു ഭൂപടത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് ഭൂമിദാനം എന്താന്നാണ് കേട്ടോ. ലാൻഡ് ഗ്രാൻസ്. ഇവരിൽ ഡെക്കാൻ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ ശതവാഹനന്മാർ രാജാക്കന്മാർ അന്നത്തെ സാമൂഹ്യ ഘടനയിൽ മുന്നിൽ നിന്നിരുന്ന ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്താനായി അവർക്ക് ഭൂമിദാനം നൽകുന്ന വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചു. സി 4-ാം നൂറ്റാണ്ടോടുകൂടി പാടലീപുത്രം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന ഗുപ്ത രാജാക്കന്മാരുടെ കീഴിൽ ഈ വ്യവസ്ഥ വിപുലമാക്കപ്പെട്ടു. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആരാണ് ഭൂമിദാനം നൽകുന്നതിന് തുടക്കം കുറിച്ചത്? നമ്മൾ പറഞ്ഞു ശതവാഹനന്മാരാണ്. അപ്പൊ സി 4-ാം നൂറ്റാണ്ടോടുകൂടി പാടലീപുത്രം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന ഗുപ്ത രാജാക്കന്മാരുടെ കീഴിൽ ഈ വ്യവസ്ഥ വിപുലമാക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ. ഗുപ്ത രാജാക്കന്മാര്. ഗുപ്തരാജ്യത്തിന്റെ സ്ഥാപകൻ ശ്രീഗുപ്തനായിരുന്നു. മറ്റു പ്രധാന രാജാക്കന്മാരാണ് കൊടുത്തത് കേട്ടോ. അപ്പൊ ശ്രീഗുപ്തനാണ് ഗുപ്തരാജ്യത്തിന്റെ സ്ഥാപകൻ. ആരാണ്? ശ്രീഗുപ്തനാണ്. ഇമ്പോർട്ടന്റ് ആണ്. മറ്റു പ്രധാന രാജാക്കന്മാര് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, കുമാരഗുപ്തൻ ഒന്നാമൻ, അതുപോലെ എന്താണ് സ്കന്ദഗുപ്തൻ. ഭൂമിദാനത്തിലെ വ്യത്യാസം. ഇനി ശതവാഹനന്മാരും ഗുപ്തന്മാരും തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ. ഭൂമിദാനത്തിലുള്ള വ്യത്യാസമാണ്. എന്താണ് വ്യത്യാസം? ശതവാഹനന്മാര് ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശങ്ങൾ മാത്രമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഗുപ്തന്മാരോ ഭൂമിയിലെ വിഭവങ്ങളോടൊപ്പം അവിടെ വസിക്കാനുള്ള ജനങ്ങളുടെ മേലുള്ള അധികാരങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ശതവാഹനന്മാര് ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രം നൽകി. എന്നാൽ ഗുപ്തന്മാരെന്താ ചെയ്തത്? ഭൂമിയിലെ വിഭവങ്ങളോടൊപ്പം അവിടെ വസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അധികാരങ്ങളും നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ ഗുപ്തകാലത്തിൽ ഭൂമിദാന പ്രക്രിയയിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദാനം ചെയ്യപ്പെട്ട ഭൂമിയിലെ രാജാവിന്റെ സ്വാധീനം കുറഞ്ഞു. അതുപോലെ ദാനം ചെയ്യപ്പെടുന്ന ഭൂമിയിൽ നിന്ന് നികുതി പിരിവിനും നീതിന്യായ നിർവഹണത്തിനുമുള്ള അധികാരം ഭൂവുടമസ്ഥയ്ക്കൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടു. ദാനമായി കിട്ടുന്ന ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ദാനമായി നൽകാനുള്ള അവകാശവും ഭൂമി ദാനമായി കിട്ടിയവർക്ക് ലഭിച്ചു. ക്രമേണ രാജാവും പ്രഭുക്കളും തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം പണമായി നൽകാതെ ഭൂമിദാനത്തിന്റെ രൂപത്തിൽ നൽകി തുടങ്ങി. രാജാവിൽ നിന്ന് ഏറ്റവും അധികം ഭൂമി ലഭിച്ചത് ബ്രാഹ്മണർക്കാണെങ്കിലും ക്രമേണ മറ്റു വിഭാഗങ്ങൾക്കും ഭൂമിദാനം ലഭിച്ചു തുടങ്ങി. അപ്പൊ ഗുപ്ത കാലഘട്ടത്തിൽ ഭൂമിദാന പ്രക്രിയയിലൂടെ ഉണ്ടായ മാറ്റങ്ങളാണ് ഇത് കേട്ടോ. ഓക്കെ. ജസ്റ്റ് ഒന്ന് നോക്കാം, ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നേക്കാം. ഇങ്ങനെ ഭൂമിദാനം വ്യാപകമായതോടെ സമൂഹത്തിൽ വലിയ
സമ്പത്തും സ്വാധീനശേഷിയുമുള്ള ഭൂവുടമകളുടെ ശക്തമായ ഒരു വിഭാഗം രൂപം കൊണ്ടു. ഭൂമിയിൽ പണിയെടുക്കുന്ന അടിയാളർ അവകാശങ്ങളില്ലാത്തവരും ഭൂവുടമകളുടെ ആശ്രിതരുമായി തീർന്നു. ഈ വ്യവസ്ഥിതിയിൽ കർഷകരും കർഷക തൊഴിലാളികളും അടിമകളും ഭൂമിയിൽ ബന്ധിക്കപ്പെട്ട സ്ഥിതിയിലായിരുന്നു. അവർ ഒരേ മണ്ണിൽ തന്നെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തു. അവരുടെ ഉടമകൾക്ക് വേണ്ടിയാണ് അവർ അധ്വാനിച്ചതത്രയും. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ഇവർ മേലെ തട്ടുകളിലുള്ളവർക്ക് നികുതിക്ക് പുറമെ സൗജന്യ സേവനങ്ങളും നൽകേണ്ടതുണ്ടായിരുന്നു. ഈ വ്യവസ്ഥിതിയെ സാമാന്ത വ്യവസ്ഥയെന്നും ഇന്ത്യൻ ഫ്യൂഡലിസം എന്നും വിശേഷിപ്പിക്കുന്നു. ഇക്കാലത്ത് കാർഷിക രംഗത്ത് പുരോഗതി പ്രകടമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഭൂമിദാന പ്രക്രിയയിലൂടെ ഉണ്ടായ മാറ്റങ്ങളാണ് പറയുന്നത്. അതായത് ഈ ഭൂമിദാനം വ്യാപകമായിട്ടുള്ളതോടെ സമൂഹത്തിൽ എന്താണ്, വലിയ സമ്പത്തും സ്വാധീനശേഷിയുമുള്ള ഭൂവുടമകളുടെ ശക്തമായിട്ടുള്ള ഒരു വിഭാഗം രൂപം കൊണ്ടുവന്നാണ്. ഒരു ജന്മിത്ത സമ്പ്രദായം ഇവിടെ രൂപമെടുക്കുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഭൂമിയിൽ പണിയെടുക്കുന്ന അടിയാളര് അവകാശങ്ങളില്ലാത്തവരും ഭൂവുടമകളുടെ ആശ്രിതരുമായി തീർന്നു. ഓക്കെ, അവരെന്താണ്, അടിമകളായി തീർന്നു എന്നാണ്. അപ്പൊ ഈ ഒരു വ്യവസ്ഥിതിയിൽ കർഷകരും കർഷക തൊഴിലാളികളും അടിമകളും ഭൂമിയിൽ ബന്ധിപ്പിക്കപ്പെട്ട സ്ഥിതിയിലായിരുന്നു. അവർ ഒരേ മണ്ണിൽ തന്നെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു വ്യവസ്ഥിതിയെ സാമന്ത വ്യവസ്ഥയെന്നും സാമന്ത വ്യവസ്ഥയെന്നും ഇന്ത്യൻ ഫ്യൂഡലിസം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് കേട്ടോ. സാമന്ത വ്യവസ്ഥയെന്നും ഇന്ത്യൻ ഫ്യൂഡലിസം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ കാർഷിക രംഗത്ത് വലിയ പുരോഗതിയും പ്രകടമായിരുന്നു എന്നാണ്. കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച ഘടകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ കൃഷിക്ക് ഉപയോഗിക്കപ്പെടാതെ കിടന്ന പ്രദേശങ്ങൾ പോലും കൃഷിക്ക് ഉപയുക്തമാക്കി. പുതിയ സാമൂഹിക വ്യവസ്ഥിതി കൃഷിക്ക് ആവശ്യമായ തൊഴിൽ ശക്തി പ്രദാനം ചെയ്തു. കൃഷിയുടെ സാങ്കേതിക വിദ്യയെയും കാലാവസ്ഥയെയും സംബന്ധിച്ച് ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്ന അറിവ്, അതുപോലെ വിവിധ തരത്തിലുള്ള ജലസേചന മാർഗങ്ങൾ കേട്ടോ. അപ്പൊ ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ചിട്ടുള്ള ഘടകങ്ങളാണ്. ഓക്കെ, ഇനി കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച ജലസേചന മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പൊ ഗുപ്തകാലത്തെ ജലസേചന മാർഗങ്ങൾ, കനാലുകൾ ഉണ്ടായിരുന്നു, കുളം, ജലസംഭരണി, അതുപോലെ ഗഡിയന്ത്രം അല്ലെങ്കിൽ അരകട്ട, അതുപോലെ മഴവെള്ളം, അണക്കെട്ടുകൾ കേട്ടോ. അപ്പൊ കനാലുകൾ കിണറ്റിൽ നിന്ന് ഉയർത്തുന്ന ജലം ചാലുകളിലൂടെ കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ജലസംഭരണിയോ, മഴവെള്ളം ശേഖരിച്ചു വെച്ച് കൃഷിക്ക് ഉപയോഗിച്ചു. അതുപോലെ ദക്ഷിണേന്ത്യയിൽ ജലസംഭരണികൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ കുളങ്ങളും നിർമ്മിച്ചു. ഇനി ഗഡിയന്ത്രം അല്ലെങ്കിൽ അരകട്ട, ഒരു ചക്രത്തിൽ ഘടിപ്പിച്ച കുടങ്ങൾ ചക്രം കറക്കുമ്പോൾ വെള്ളം ഉയർത്തി പാടത്തേക്ക് ഒഴിക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ ഈ ഗഡിയന്ത്രം എന്ന് പറഞ്ഞാല്. ഓക്കെ, അതുപോലെ മഴവെള്ളം, ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ് മഴവെള്ളമായിരുന്നു. അതുപോലെ അണക്കെട്ടുകൾ, ഗുജറാത്തിലെ സുദർശന തടാകം, അതുപോലെ ഗുപ്തൻ പുതുക്കി പണിതിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ ഇത് ഗുപ്തകാലത്തെ ജലസേചന മാർഗങ്ങളാണ്. ഇതിൽ ഗഡിയന്ത്രം ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചക്രത്തിൽ ഘടിപ്പിച്ച കുടങ്ങൾ ചക്രം കറക്കുമ്പോൾ വെള്ളം ഉയർത്തി പാടത്തേക്ക് ഒഴിക്കുന്ന ഒരു സംവിധാനമാണിത്. ഓക്കെ, ഇനി അടുത്തത് കൈത്തൊഴിലും വ്യാപാരവും. ഭൂമിദാനത്തിന്റെ ഫലമായുണ്ടായ കൃഷിയുടെ വ്യാപനം കാർഷികേതര പ്രവർത്തനങ്ങളുടെ വികാസത്തിലേക്ക് നയിച്ചു. വിവിധ തരം കൈത്തൊഴിലുകളെ ജനങ്ങളുടെ ജീവിത മാർഗമായി സ്വീകരിച്ചു. പുരാവസ്തുക്കളിൽ നിന്നും സാഹിത്യ കൃതികളിൽ നിന്നും ഇക്കാലത്തെ കൈത്തൊഴിലുകളെ കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഉത്ഖനനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള പുരാവസ്തുക്കളെ കുറിച്ചുള്ള വിവരം ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും അക്കാലത്ത് നിലനിന്നിരുന്ന കൈത്തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഗഡിയന്ത്രത്തിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കണ്ടെത്തിയ പുരാവസ്തുക്കളും അതുപോലെ കൈത്തൊഴിലുകളാണ്. മൺപാത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മൺപാത്ര നിർമ്മാണം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. പിന്നെ സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള കല്ല് എന്നിവയിൽ തീർത്ത ആഭരണങ്ങളുണ്ട്. അപ്പൊ ആഭരണ നിർമ്മാണവും ഉണ്ടായിരുന്നു. ഓക്കെ, ആഭരണ നിർമ്മാണവും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആഭരണ നിർമ്മാണം. ഇനി ഇവിടെ മുത്തുകൾ കൊടുത്തിട്ടുണ്ട്. മുത്തുകളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ മുത്തു നിർമ്മാണം അല്ലെങ്കിൽ മാല കോർക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുത്തു നിർമ്മാണം അല്ലെങ്കിൽ മാല കോർക്കലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ചില്ലുകൊണ്ടുള്ള വസ്തുക്കൾ, അതായത് ചില്ലു നിർമ്മാണം ഉണ്ടായിരുന്നു. അതുപോലെ പട്ട്, പരുത്തി വസ്ത്രങ്ങൾ, നെയ്ത്ത് ഉണ്ടായിരുന്നു മനസ്സിലാക്കല്ലേ, നെയ്ത്ത്. ഓക്കെ, അതുപോലെ ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങൾ പറയുന്നുണ്ട്. അതായത് ആനക്കൊമ്പ് കൊത്തുപണി ഉണ്ടായിരുന്നില്ലേ, ആനക്കൊമ്പ് കൊണ്ടുള്ള കൊത്തുപണി ഒരു ആയിട്ടുള്ള കൈത്തൊഴിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം.
ഓക്കെ. അപ്പൊ വിവിധ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടവർ അവരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ചു. ഇവ ഗിൽഡുകൾ അഥവാ ശ്രേണികൾ എന്നറിയപ്പെട്ടു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഗിൽഡുകൾ അല്ലെങ്കിൽ ശ്രേണികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടവര് അവരുടെ ഒരു കൂട്ടായ്മകൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇവയാണ് ഗിൽഡുകൾ അഥവാ ശ്രേണികൾ എന്നറിയപ്പെട്ടു കേട്ടോ. അപ്പൊ ഭരണകൂടം ശ്രേണികൾക്ക് അംഗീകാരം നൽകി. ശ്രേണികളിലെ അംഗങ്ങൾക്ക് ഇതിലെ നിയമങ്ങൾ പാലിക്കേണ്ടിയിരുന്നു. ഓക്കെ. അപ്പൊ ഇന്നത്തെ എന്താണ് തൊഴിലാളി സംഘടനകളാണ് പോലെയാണ് ഈ ഗിൽഡുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഈ ശ്രേണികൾക്ക് അംഗീകാരം നൽകിയിട്ട് ഭരണകൂടമാണ് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ശ്രേണികളിലെ അംഗങ്ങൾക്ക് അതിലെ നിയമങ്ങളും പാലിക്കേണ്ടതായിരുന്നു. അപ്പൊ ശ്രേണികൾ കൈത്തൊഴിലുകാരുടെയും കച്ചവടക്കാരുടെയും സംഘടന ആയിരുന്നു ശ്രേണികൾ. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, ഉൽപാദനത്തെ നിയന്ത്രിക്കുക, ഉൽപ്പന്നങ്ങളെ വിപണിയിലേക്ക് എത്തിക്കുക എന്നൊക്കെയായിരുന്നു ഇവരുടെ ചുമതലകൾ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അത് വ്യാപാരവും വാണിജ്യവും. ഗുപ്തകാലത്തിന്റെ തുടക്കത്തിൽ ആഭ്യന്തര വാണിജ്യം വളരെ വിപുലമായിരുന്നു. കൃഷിക്ക് പുറമെ വിവിധ കൈത്തൊഴിലുകളും കരകൗശല നിർമ്മാണവും നിലനിന്നതായിരുന്നു ഈ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ കരകൗശല വിദഗ്ധരെ നിർമ്മിച്ച ഇത്തരം ഉൽപ്പന്നങ്ങൾ വ്യാപാരവും വാണിജ്യവും. ഗുപ്തകാലത്തിന്റെ തുടക്കത്തിൽ ആഭ്യന്തര വാണിജ്യം വളരെ വിപുലമായിരുന്നു. കൃഷിക്ക് പുറമെ വിവിധ കൈത്തൊഴിലുകളും കരകൗശല നിർമ്മാണവും ഉള്ളതായിരുന്നു നമുക്ക് ഈ ഒരു പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ കരകൗശല വിദഗ്ധർ നിർമ്മിച്ച ഇത്തരം ഉൽപ്പന്നങ്ങൾ വ്യാപാരത്തിന്റെ മുഖ്യ ഇനങ്ങളായിരുന്നു. ഏറ്റവും വലിയ ആഭ്യന്തര വ്യാപാര വസ്തുക്കളിൽ ഒന്നായിരുന്നു വസ്ത്രം. വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ, അതായത് മസ്ലിൻ, കാലിക്കോ, ലിനൻ വൻതോതിൽ നിർമ്മിച്ചിരുന്നു. അപ്പൊ ഏതൊക്കെയാണ്? മസ്ലിൻ, കാലിക്കോ, ലിനൻ ഈ വസ്ത്രങ്ങളൊക്കെ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണ പൂർവേഷ്യ, റോം എന്നിടങ്ങളുമായി ഗുപ്തന്മാർക്ക് വിദേശ വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. ഈ കാലഘട്ടത്തിൽ പുതിയ വ്യാപാര പാതകൾ വികസിച്ചു വന്നു. മികച്ച സ്വർണ്ണ നാണയങ്ങളും വെള്ളി, ചെമ്പ് നാണയങ്ങളും പുറത്തിറക്കി. നഗരശ്രേഷ്ഠി, സാർത്ഥവാ എന്നീ വ്യാപാര പ്രമുഖർക്ക് ഭരണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. വൈശാലി, പാടലീപുത്രം, കനൗജ്, ശ്രാവസ്തി, കൗസാംബി, ഉജ്ജയിനി, മധുര മുതലായവ വ്യാപാര പ്രാധാന്യമുള്ള പട്ടണങ്ങളായിരുന്നു. അപ്പൊ ഇവിടെ പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണ പൂർവേഷ്യ, റോം എന്നിവിടങ്ങളുമായി ഗുപ്തന്മാർക്ക് എന്താണ് വിദേശ വ്യാപാര ബന്ധം നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ വ്യാപാര പാതകൾ വികസിച്ചു വന്നു. മികച്ച സ്വർണ്ണ നാണയങ്ങളും വെള്ളി, ചെമ്പ് നാണയങ്ങളും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. നഗരശ്രേഷ്ഠി, സാർത്ഥവാഹ എന്നീ വ്യാപാര പ്രമുഖർക്ക് ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വൈശാലി, പാടലിപുത്രം, കനൗജ്, ശ്രാവസ്തി, കൗസാംബി, ഉജ്ജയിനി, മധുര മുതലായവ വ്യാപാര പ്രാധാന്യമുള്ള പട്ടണങ്ങളായിരുന്നു. എന്താണ് നഗരത്താർ അല്ലെങ്കിൽ നഗരശ്രേഷ്ഠി എന്ന് പറഞ്ഞാൽ നഗരങ്ങളിലെ സമ്പന്നരായ കച്ചവടക്കാരായ ഇവർ ഭരണത്തിലും പങ്കാളികളായിരുന്നു. കൂടാതെ വാർത്തക സംഘങ്ങളിലെ പ്രമുഖരായിരുന്നു ഈ കൂട്ടർ. ഓക്കെ. ഗുപ്തകാല നാണയങ്ങളുടെ ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗുപ്തകാലത്തെ ചില പ്രധാന നഗരങ്ങളാണ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? കനൗജ്, ശ്രാവസ്തി, വൈശാലി, പാടലിപുത്രം, കൗസാംബി, മധുര, ഉജ്ജയിനി ട്ടോ. ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്താണ് ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില പ്രധാന നഗരങ്ങളാണ്. ഓക്കെ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടെ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗുപ്തകാലത്തെ നഗരങ്ങൾ ഇന്നത്തെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ. ഉജ്ജയിനി. ഓക്കെ. ഉജ്ജയിനി എവിടാ? നമുക്ക് മധ്യപ്രദേശിലാണ് അല്ലെ. ഉജ്ജയിനി മധ്യപ്രദേശാണ്. ഓക്കെ. ഇവിടെ ഇതം ഉജ്ജയിനി മധ്യപ്രദേശ്. ഉജ്ജയിനി മധ്യപ്രദേശാണ്. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് ഏതാണ്? മധുര കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. മധുര എവിടെ ആയിട്ടാണ്? ഇന്നത്തെ ഉത്തർപ്രദേശിലാണ് കേട്ടോ മധുര സ്ഥിതി ചെയ്യുന്നത്. മധുര ഉത്തർപ്രദേശ്. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് കനൗജ്. കനൗജ് എവിടാണ്? കനൗജ് ഉത്തർപ്രദേശിൽ തന്നെയാണ് കേട്ടോ. കനൗജും ഉത്തർപ്രദേശിൽ തന്നെയാണ്. ഇനി കൗസാംബിയ ഉത്തർപ്രദേശിൽ തന്നെയാണ്. അതുപോലെ ശ്രാവസ്തി അതും ഉത്തർപ്രദേശിൽ തന്നെയാണ് കേട്ടോ. ഓക്കെ. വൈശാലിയും അതുപോലെ പാടലിപുത്രവും ബീഹാറിലാണ്. ഓക്കെ. വൈശാലി
പാടലിപുത്രമൊക്കെ ബീഹാറിലാണ്. ഓക്കെ. ഇന്നത്തെ പാറ്റ്നയിലാണ് കേട്ടോ പാടലിപുത്രം, ബീഹാറിലെ. സി 6-ാം നൂറ്റാണ്ടോടെ റോമ സാമ്രാജ്യം തകരുകയും ചൈനക്കാരിൽ നിന്നും പാശ്ചാത്യർ പട്ടുനിർമ്മാണ വിദ്യ പഠിക്കുകയും ചെയ്ത ശേഷം ഇന്ത്യയുടെ വിദേശ വാണിജ്യത്തിൽ വലിയ മാന്ദ്യം സംഭവിച്ചു. ഓക്കെ, അപ്പൊ സി 6-ാം നൂറ്റാണ്ടോടെ എന്താ സംഭവിച്ചത്? അപ്പൊ എന്താണ്, വസ്ത്രത്തിന്റെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ. പിന്നീട് എന്താണ്, റോമ സാമ്രാജ്യം തകർന്നതോടെ ചൈനക്കാരിൽ നിന്നും പാശ്ചാത്യര് പട്ടുനിർമ്മാണ വിദ്യ പഠിച്ചു. ഇത് ഇന്ത്യയുടെ വിദേശ വാണിജ്യത്തിൽ വലിയ മാന്ദ്യം സംഭവിച്ചു. അപ്പൊ വിദേശ വ്യാപാരത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടന്നിട്ടുണ്ടായിരുന്നത് വസ്ത്രത്തിനായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ആഭ്യന്തര വാണിജ്യത്തെയും പ്രതികൂലമായി ബാധിച്ചു. കൈത്തൊഴിലുകാരും കരകൗശല വിദ്യക്കാരും കച്ചവടത്തിനായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതിന് കുറവ് വന്നു. അവർ ഗ്രാമങ്ങളിൽ തന്നെ ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങി. ഇത് കലകളുടെയും കൈത്തൊഴിലുകളുടെയും ഗ്രാമവൽക്കരണത്തിലേക്ക് നയിച്ചു. കച്ചവടത്തിന്റെ തകർച്ചയും കൈത്തൊഴിലുകാരുടെ കുറവും ഗ്രാമവൽക്കരണവും പല പ്രധാന നഗരങ്ങളെയും തകർച്ചയ്ക്ക് കാരണമായി. ഇപ്പൊ കൗസാംബി, ഹസ്തനിപുരം, അതുപോലെ അഹിച്ഛത്രം, തക്ഷശില, അയോധ്യ, ഉജ്ജയിനി, മധുര തുടങ്ങിയ നഗരങ്ങളിലെല്ലാം പ്രൗഢി നഷ്ടപ്പെട്ടു. സി 5-ാം നൂറ്റാണ്ടിലെ ചൈനയിൽ നിന്നുള്ള സഞ്ചാരിയായിരുന്ന ഫാഹിയാന്റെ വിവരണങ്ങളിൽ വൻ നഗരങ്ങളായി വിശേഷിപ്പിച്ച പല നഗരങ്ങളും 7-ാം നൂറ്റാണ്ടിലെ ചൈനീസ് സഞ്ചാരിയായ ഹുയാങ് സാങ്ങിന്റെ വിവരണങ്ങളിൽ ഗ്രാമങ്ങളായാണ് വിവരിക്കുന്നത്. അക്കാലത്തുണ്ടായ നഗരങ്ങളുടെ തകർച്ചയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ 5-ാം നൂറ്റാണ്ടിലെ ചൈനയിൽ നിന്നുള്ള സഞ്ചാരിയാണ് ഫാഹിയാൻ കേട്ടോ. ഫാഹിയാന് അദ്ദേഹത്തിന്റെ കൃതികളിൽ നിന്നും വൻ നഗരങ്ങളായിട്ട് പല നഗരങ്ങളെയും വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 7-ാം നൂറ്റാണ്ടിലെ ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാങ്ങിന്റെ വിവരണങ്ങളിൽ നിന്നും ഈ ഒരു നഗരങ്ങളൊക്കെ പിന്നീട് ഗ്രാമങ്ങളായിട്ടാണ് വിവരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതൊരു നഗര തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഇനി സാമൂഹിക ജീവിതം. ഗുപ്തന്മാരുടെ കാലത്ത് രൂപം കൊണ്ട വിവിധ തൊഴിൽ കൂട്ടങ്ങളെ ശ്രേണികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ശ്രേണികള്. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ പുതിയ തൊഴിൽ കൂട്ടങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും കടന്നുവരവ് നിരവധി ഉപവിഭാഗങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. നിലനിന്നിരുന്ന വർണ്ണ വ്യവസ്ഥയ്ക്ക് പുതുതായി ഉയർന്നു വന്ന തൊഴിൽക്കൂട്ടങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു. ഈ സാഹചര്യത്തിൽ ഓരോ തൊഴിൽക്കൂട്ടവും പുതിയ ജാതികളും ഉപജാതികളുമായി തീർന്നു. വ്യത്യസ്ത തൊഴിൽക്കൂട്ടങ്ങൾക്ക് പുറമെ അന്യദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നവർ, വനങ്ങളിൽ വസിക്കുന്നവർ, അല്ലെങ്കിൽ എന്താണ് അവരെ നിഷാദർ എന്നറിയപ്പെട്ടു. അപ്പൊ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ, തമ്മിലുള്ള വിവാഹത്തിലൂടെ ജനിക്കുന്നവർ എന്നിവരെല്ലാം പുതിയ പുതിയ ജാതികളായി തീർന്നു. അങ്ങനെ ജാതി വ്യവസ്ഥ കൂടുതൽ സങ്കീർണമായി മാറി. അപ്പൊ ജാതി വ്യവസ്ഥ രൂപപ്പെട്ട കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇപ്രകാരം രൂപപ്പെട്ട വ്യവസ്ഥയിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവർക്ക് സമൂഹം കൽപ്പിച്ചിരുന്ന സ്ഥാനമാനങ്ങൾക്ക് മാറ്റം വന്നില്ല. 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഹുയാങ് സാങ് ശൂദ്രരെ കൃഷിക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ വിവരണങ്ങൾ കാർഷിക സമൂഹത്തിൽ ശൂദ്രരുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തായിരുന്നു അന്ത്യജർ എന്ന വിഭാഗത്തെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കിട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തായിരുന്ന അന്ത്യജർ എന്ന വിഭാഗത്തെ തൊട്ടുകൂടാത്തവരായി കണക്കാക്കി. അന്ത്യജരിൽ ഏറ്റവും താഴെയായി കണക്കാക്കപ്പെട്ടത് ചണ്ടാലർ എന്ന ശ്മശാന പാലകരും ചർമ്മകാരർ എന്ന തോൽ ഉറക്കിടുന്ന വിഭാഗങ്ങളുമായിരുന്നു കേട്ടോ. അപ്പൊ അന്ത്യജരായിരുന്നു ഏറ്റവും താഴെത്തട്ടിലുണ്ടായിരുന്നത്. അവരിൽ തന്നെ ചണ്ടാലർ എന്ന ശ്മശാന പാലകരും ചർമ്മകാരർ എന്ന തോൽ ഊറക്കിടുന്ന വിഭാഗങ്ങളുമായിരുന്നു ഏറ്റവും താഴെത്തട്ടിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അനുലോമ പ്രതിലോമ വിവാഹങ്ങൾ. വിവിധ ജാതികളിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹങ്ങളെ കുറിച്ച് അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നു. ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും താഴ്ന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും തമ്മിലുള്ള വിവാഹം അനുലോമ വിവാഹം എന്നറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. അനുലോമ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഉയർന്ന ജാതിയിൽ ആയിട്ട് കണക്കാക്കപ്പെടുന്ന പുരുഷനും താഴ്ന്ന ജാതിയായി കണക്കാക്കപ്പെടുന്ന സ്ത്രീയും തമ്മിലുള്ള വിവാഹമാണ് അനുലോമ വിവാഹം എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി ഉയർന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ സ്ത്രീയും താഴ്ന്നതായി കണക്കാക്കപ്പെടുന്ന ജാതിയിലെ പുരുഷനും തമ്മിലുള്ള വിവാഹം പ്രതിലോമ വിവാഹം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടെ സ്ത്രീകളുടെ പദവി.
വകാടക റാണിയായിരുന്ന പ്രഭാവതി ഗുപ്തയെ പോലെ ചില രാജ്ഞിമാർ ആദരിക്കപ്പെട്ടിരുന്നെങ്കിലും പൊതുവെ സ്ത്രീകളുടെ നില വളരെ താഴ്ന്നതായിരുന്നു. രാജ്ഞി മുതൽ താഴോട്ട് എല്ലാ വിഭാഗം സ്ത്രീകളും പുരുഷന്മാർക്ക് വിധേയമായിരിക്കണം എന്ന് കരുതപ്പെട്ടിരുന്നു. ഉന്നത വിഭാഗങ്ങളിലെ സ്ത്രീക്ക് പോലും പൊതുവെ സമൂഹത്തിൽ ഉയർന്ന പദവിയോ പരിഗണനയോ ലഭിച്ചിരുന്നില്ല. ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് പോലും ഭൂമിദാനം ചെയ്യപ്പെട്ടതായി തെളിവില്ല. ഇനി ചണ്ടാലർ ഫാഹിയാന്റെ വിവരണങ്ങളിൽ ചന്ദ്രഗുപ്തൻ രണ്ടാമന്റെ ഭരണകാലത്ത് അഞ്ചാം നൂറ്റാണ്ട് ഇന്ത്യ സന്ദർശിച്ച ചൈനയിൽ നിന്നുള്ള ബുദ്ധമത സഞ്ചാരിയായ ഫാഹിയൻ ചണ്ടാലന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. നഗരത്തിലേക്കോ കമ്പോളത്തിലേക്കോ പ്രവേശിക്കുന്ന ചണ്ടാലർ ഒരു മരപ്പലകയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കണമായിരുന്നു. ഇവരുടെ വരവ് മുൻകൂട്ടി മനസ്സിലാക്കി മേൽജാതിക്കാർക്ക് മാറി നിൽക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. അപ്പൊ ചന്ദ്രഗുപ്ത രണ്ടാമന്റെ ഭരണകാലത്തുള്ള കാര്യം പറയുന്നുട്ടോ. അഞ്ചാം നൂറ്റാണ്ടിലെ ഇന്ത്യ സന്ദർശിച്ച ചൈനയിൽ നിന്നുള്ള ബുദ്ധമത സഞ്ചാരിയായ ഫാഹിയാൻ ചണ്ടാലന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു കേട്ടോ. നഗരത്തിലേക്കോ കമ്പോളത്തിലേക്കോ പ്രവേശിക്കുന്ന ചണ്ടാലർ ഒരു മലപ്പലയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കണമായിരുന്നു. ഇവരുടെ വരവെന്താണ് മുൻകൂട്ടി മനസ്സിലാക്കി മേൽജാതിക്കാർക്ക് മാറി നിൽക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അന്ന് മുതലേ എന്താണ് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രാഷ്ട്രം, കേന്ദ്ര അധികാരവും പ്രാദേശിക അധികാരവും. കുബേരനും വരുണനും ഇന്ദ്രനും അന്തകനും സമനായവനും തനിക്കു പോന്നൊരു എതിരാളിയും ഭൂമുഖത്തില്ലാത്തവനും. ഗുപ്തകാലത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്ന സമുദ്രഗുപ്തനെ പറ്റിയുള്ള അലഹാബാദിൽ സ്ഥിതി ചെയ്യുന്ന പ്രയാഗ പ്രശസ്തിയിൽ നിന്നുള്ള വരികളാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഗുപ്തകാലത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്നറിയപ്പെട്ടത് സമുദ്രഗുപ്തനാണ് കേട്ടോ. ഓക്കെ, ഇനി ഗുപ്ത കാലഘട്ടത്തിലെ രാജാവിന്റെ അധികാരത്തെ കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് ഇന്ന് ലഭിക്കുന്നത് കേട്ടോ. അപ്പൊ രാജാവിനെ ദൈവ സമാനമായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അതുപോലെ പരമാധികാരം രാജാവിനായിരുന്നു. അതായത് സൈന്യം, നീതി, ന്യായം, ഭരണം എന്നിവയുടെ എല്ലാം അന്തിമ തീരുമാനം രാജാവിൻ്റെതായിരുന്നില്ലേ. അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ വലിയ പദവി നാമങ്ങളൊക്കെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി വിപുലമായ അധികാരം ഉണ്ടായിരുന്നവരാണ് ഗുപ്ത രാജാക്കന്മാർ. അതോടൊപ്പം ഇവർക്ക് ചില ഉത്തരവാദിത്വങ്ങളും ഉണ്ടായിരുന്നു. അവ എന്തെല്ലാം എന്ന് നോക്കാം. അക്രമങ്ങളിൽ നിന്ന് പ്രജകളെ സംരക്ഷിക്കുക. അതുപോലെ ബ്രാഹ്മണരെയും ശ്രമണരെയും ബുദ്ധജൈന വിഭാഗങ്ങളായിരുന്നു കേട്ടോ. അതുപോലെ അബലരെയൊക്കെ സംരക്ഷിക്കുക. നീതി നിർവ്വഹണം നടത്തുക. ഇതൊക്കെ എന്താണ് അവരുടെ ഉത്തരവാദിത്തങ്ങളായിരുന്നു കേട്ടോ. ഗുപ്തകാലത്തെ ഗ്രാമഭരണം. ഗുപ്തകാലത്തെ ഗ്രാമഭരണം നടത്തിയിരുന്നത് ഗ്രാമപതി അഥവാ ഗ്രാമാധ്യക്ഷനായിരുന്നു കേട്ടോ. ഗ്രാമവൃദ്ധർ എന്നറിയപ്പെട്ടിരുന്ന ഗ്രാമമുഖ്യരുടെ സംഘമാണ് ഗ്രാമത്തിലെ തർക്കങ്ങൾ തീർത്തിരുന്നത്. ഗ്രാമത്തിൽ പ്രധാന ജനവിഭാഗം കർഷകരായിരുന്നു. മരപ്പണിക്കാർ, നെയ്ത്തുകാർ, കാലിമേയ്ക്കുന്നവർ എന്നിവരും ഉണ്ടായിരുന്നു. ഇവരുടെ സംഘങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ സംഘങ്ങൾക്കും ഗ്രാമഭരണത്തിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഗുപ്തകാലത്തുള്ള ഗ്രാമത്തിലെ ഭരണത്തെ പറ്റിയാ പറയുന്നത്. അവിടെ ഭരണം നടത്തിയിരുന്നത് ഗ്രാമപതി അല്ലെങ്കിൽ ഗ്രാമാധ്യക്ഷനായിരുന്നു കേട്ടോ. ഇദ്ദേഹം ഗ്രാമവൃദ്ധരെന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഗ്രാമത്തിലെ പ്രധാന ജനവിഭാഗം കർഷകരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ മരപ്പണിക്കാർ, നെയ്ത്തുകാർ, കാലിമേയ്ക്കുന്നവർ എന്നിവരൊക്കെ ഇവരുടെ സംഘങ്ങൾക്കൊക്കെ ഈ ഒരു ഗ്രാമഭരണത്തിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഗുപ്ത രാജാക്കന്മാർ കീഴടക്കിയ പ്രദേശങ്ങളിൽ അവിടുത്തെ രാജാക്കന്മാരെ തങ്ങളുടെ സാമന്തന്മാരായി കണക്കാക്കി തുടരാൻ അനുവദിച്ചു. അവർക്ക് സ്വയംഭരണം നൽകി. അവരുടെ ഭരണകാര്യങ്ങളിലും പിന്തുടർച്ചയിലും ഗുപ്ത രാജാക്കന്മാർ ഇടപെട്ടിരുന്നില്ല. എന്നാൽ നേരിട്ട് ഭരിച്ച പ്രദേശങ്ങളിൽ വിപുലമായ ഭരണ സംവിധാനം ഇവർ വികസിപ്പിച്ചു. ഇനി പ്രശസ്തികൾ. പുരാതന കാലത്തെ ഇന്ത്യൻ രാജാക്കന്മാർ അവരുടെ നേട്ടങ്ങൾ ഘോഷിക്കാനായി കല്ലിൽ കൊത്തിവെച്ച ലിഖിതങ്ങളാണ് പ്രശസ്തികൾ. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പുരാതന കാലത്തെ ഇന്ത്യൻ രാജാക്കന്മാര് അവരുടെ നേട്ടങ്ങളൊക്കെ എന്താണ് ഘോഷിക്കാനായി, അതായത് വിളിച്ചു പറയാനായി കല്ലിൽ കൊത്തിവെച്ച ലിഖിതങ്ങളാണ് പ്രശസ്തികൾ. അറിയപ്പെട്ടതിൽ ഏറ്റവും ആദ്യത്തേത് രണ്ടാം നൂറ്റാണ്ടിൽ കൊത്തിവെക്കപ്പെട്ട രുദ്രദാമന്റെ ജുനഗഡ് പ്രശസ്തിയാണ് കേട്ടോ. അപ്പൊ രുദ്രദാമന്റെ ജുനഗഡ് പ്രശസ്തിയാണ് ആദ്യത്തെ അറിയപ്പെടുന്ന പ്രശസ്തി. അപ്പൊ അശോക ചക്രവർത്തിയുടെ ജുനഗഡ് ശാസനത്തിന്റെ ഒരു ഭാഗത്തായാണ് ഈ പ്രശസ്തി കൊത്തിവെച്ചിരിക്കുന്നത്. രാജാവിനെ പ്രശംസിക്കുക, അദ്ദേഹത്തിന്റെ യുദ്ധ നേട്ടങ്ങൾ പ്രകീർത്തിക്കുക തുടങ്ങിയവയായിരുന്നു പ്രശസ്തികളുടെ പ്രത്യേകതകൾ. പ്രശസ്തി എഴുതുന്ന രീതി പുതിയ രൂപത്തിൽ ദക്ഷിണേന്ത്യയിലെ ചോള, രാഷ്ട്രകൂട, ചാലുക്യ, പല്ലവ രാജാക്കന്മാരും പിന്തുടർന്നിരുന്നു. അതിശയോക്തി ഉണ്ടാകുമെങ്കിലും ഒരു ഭരണകർത്താവിനെ പറ്റിയുള്ള ചരിത്രരേഖകൾ എന്ന നിലയിലും ഇവ നമ്മെ സഹായിക്കുന്നു.
ഇനി പ്രയാഗ പ്രശസ്തി എന്താ? ഗുപ്ത രാജാവായ സമുദ്രഗുപ്തന്റെ ആക്രമണങ്ങൾ, യുദ്ധവിജയങ്ങൾ എന്നിവയെ പ്രകീർത്തിച്ചുകൊണ്ട് കൊത്തിവെച്ചതാണ് പ്രയാഗ പ്രശസ്തി. ഇത് അലഹാബാദ് പ്രശസ്തിയും എന്നും അറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ പ്രയാഗ പ്രശസ്തിയുടെ മറ്റൊരു പേരാണ് അലഹാബാദ് പ്രശസ്തി. സമുദ്രഗുപ്തൻ വടക്ക് നേപ്പാൾ മുതൽ തെക്ക് തമിഴ്നാടിന്റെ പ്രദേശങ്ങൾ വരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനെ ഈ പ്രശസ്തിയിൽ പ്രകീർത്തിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു പ്രയാഗ പ്രശസ്തിയിൽ പറയുന്നത്? എന്താണ്? സമുദ്രഗുപ്തൻ വടക്ക് നേപ്പാൾ മുതൽ തെക്ക് തമിഴ്നാടിന്റെ പ്രദേശങ്ങൾ വരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനെയാണ് ഈ ഒരു പ്രശസ്തിയിൽ പ്രകീർത്തിക്കുന്നത് കേട്ടോ. അപ്പൊ ഗുപ്ത സദസ്സിലെ രാജകവിയായിരുന്നു ഹരിസേനൻ ആണ് സംസ്കൃത ഭാഷയിൽ ഈ ഒരു പ്രശസ്തി എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗുപ്ത സദസ്സിലെ രാജകവിയായിരുന്നു ഹരിസേനൻ കേട്ടോ. അദ്ദേഹമാണ് ഈ ഒരു സംസ്കൃത ഭാഷയിൽ ഈ ഒരു പ്രശസ്തി എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇനി കലയും സാഹിത്യവും. ഗുപ്ത കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ വികാസങ്ങൾ നമ്മൾ കണ്ടു. ഇതിനോട് അനുയോജ്യമായി നിൽക്കുന്ന രീതിയിൽ ഈ കാലഘട്ടത്തിൽ കലയും സംസ്കൃത സാഹിത്യവും വളർന്നു വന്നു. വാസ്തുവിദ്യാ ശില്പിയായിരുന്ന കലാരംഗത്ത് ഏറ്റവും പുരോഗതി പ്രാപിച്ചത്. നിരവധി ക്ഷേത്രങ്ങൾ ഇക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു. അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ്? ഘടനാക്ഷേത്രങ്ങളുടെ നിർമ്മിതി, സ്ട്രക്ചറൽ ടെമ്പിൾസ് ആയിരുന്നു കേട്ടോ. കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചുള്ള ക്ഷേത്ര നിർമ്മിതിയായിരുന്നു. അതുപോലെ കൊത്തുപണികൾ ഉണ്ടായിരുന്നു. ഓക്കെ. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ദശാവതാര ക്ഷേത്രം, ദേവിഗഡിലെ, ഉത്തർപ്രദേശിലെ ദേവിഗഡിലുള്ള ദശാവതാര ക്ഷേത്രത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ മധ്യപ്രദേശിലെ തിഗാവയിലെ വിഷ്ണു ക്ഷേത്രം, അതുപോലെ എന്താണ് മധ്യപ്രദേശിലെ നാച്ന കുതാര പാർവതി ക്ഷേത്രം കേട്ടോ. ഇതൊക്കെ എന്താണ്? ആ ഒരു കാലഘട്ടത്തിലെ നിർമ്മിതിയാണ്. ലോക പ്രശസ്തമായ അജന്തയിലെ, അതിൽ മഹാരാഷ്ട്രയിലുള്ള കേട്ടോ ഗുഹാചിത്രങ്ങൾ ഗുപ്തകാലത്ത് തയ്യാറാക്കപ്പെട്ടവയുണ്ട്. രാജകീയ ജീവിതം, രാജസദസ്, അതിമാനുഷ്യ ജീവികൾ എന്നിവ ഇവയിൽ ചിത്രീകരണ വിഷയമുണ്ട് ആകുന്നുണ്ട്. ഇവയിൽ രാമായണ മഹാഭാരത രംഗങ്ങളും ഇതിവൃത്തങ്ങളാണ്. അനേക നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ഇന്നും ഭംഗിയായി നിലനിൽക്കുന്ന ഈ ചിത്രങ്ങൾ ഏറെയും തയ്യാറാക്കപ്പെട്ടത് പ്രകൃതിദത്ത വർണ്ണങ്ങൾ കൊണ്ടാണ് കേട്ടോ. ഈ ചിത്രങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ പ്രകൃതിദത്ത വർണ്ണങ്ങളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഗുപ്തകാലത്ത് സംസ്കൃത സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനം ലഭിച്ചു. സംസ്കൃത ഭരണഭാഷയായിരുന്നു. സംസ്കൃതമായിരുന്നു അന്നത്തെ ഭരണഭാഷ. പാലി പോലെ ജനകീയ ഭാഷ ഉപയോഗിച്ചിരുന്ന ബുദ്ധമതക്കാർ പോലും സംസ്കൃതത്തിൽ രചനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. രാമായണവും മഹാഭാരതവും മിക്ക പുരാണങ്ങളും ചിട്ടപ്പെടുത്തിയതും വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് മാറ്റപ്പെട്ടത് ഇക്കാലത്താണെന്നാണ് കേട്ടോ. ഓക്കെ. ഗുപ്ത കാലഘട്ടത്തിലാണ്. സംസ്കൃത ഭാഷയിൽ നാടകങ്ങൾ, കാവ്യങ്ങൾ, വ്യാകരണം, നിഘണ്ടു തുടങ്ങിയ ഇക്കാലത്ത് രചിക്കപ്പെട്ടു. ഇവയിൽ പ്രധാനപ്പെട്ടതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഗ്രന്ഥനാമം അഭിജ്ഞാന ശകുന്തളം. ഗ്രന്ഥകർത്താവ് കാളിദാസനാണ്. എന്താണിത്? നാടകമാണ് അല്ലെ. അതുപോലെ കുമാരസംഭവം കാളിദാസൻ എഴുതിയിട്ടുള്ളതാണ്, കാവ്യമാണ്. അതുപോലെ എന്താണ്? മൃച്ഛകടികം ശൂദ്രകൻ ആണ് എഴുതിയിട്ടുള്ളത്, നാടകമാണ്. സ്വപ്നവാസവദത്തം ഭാസനാണ് എഴുതിയിട്ടുള്ളത്, നാടകമാണ്. ഇത് എന്താണ്? ഇതടുത്ത് ആയിട്ട് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്വപ്നവാസവദത്തം എഴുതിയത് ഭാസനാണ്, നാടകമാണ്. അതുപോലെ എന്താണ്? ത്രികാണ്ഡി ഭർതൃഹരിയാണ് എഴുതിയിട്ടുള്ളത്, വ്യാകരണമാണ്. അമരഘോഷൻ കോശം എഴുതിയിട്ടുള്ളത് അമരസിംഹനാണ്, നിഘണ്ടു ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ. ഗ്രന്ഥനാമവും കൊടുത്ത് ഗ്രന്ഥകർത്താവിനെയും കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കണക്ട് ചെയ്യാനാണ്, യോജിപ്പിക്കാനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പഠിക്കണേ. ഇനി സംസ്കൃത നാടകങ്ങൾ ലോകപ്രസിദ്ധമാണെങ്കിലും അവ അവതരിപ്പിക്കുമ്പോൾ ഉന്നത പുരുഷ കഥാപാത്രങ്ങൾ മാത്രമേ സംസ്കൃത ഭാഷ സംസാരിച്ചിരുന്നുള്ളൂ. രാജ്ഞി അടക്കമുള്ള സ്ത്രീകളും താഴ്ന്നതായി കണക്കാക്കപ്പെട്ട ജാതികളിലെ പുരുഷ കഥാപാത്രങ്ങളും പ്രാകൃത ഭാഷ പറയണമായിരുന്നു കേട്ടോ. അപ്പൊ എന്താണ്? സംസ്കൃത നാടകങ്ങളൊക്കെ പ്രസിദ്ധമാണെങ്കിലും അവ അവതരിപ്പിക്കുമ്പോൾ എന്താണ്? ഉന്നത പുരുഷ കഥാപാത്രങ്ങൾക്ക് മാത്രമേ സംസ്കൃത ഭാഷ സംസാരിച്ചിരുന്നുള്ളൂ കേട്ടോ. രാജ്ഞി അടക്കമുള്ള സ്ത്രീകളും താഴ്ന്നതായി കണക്കാക്കപ്പെട്ട ജാതിയിലെ പുരുഷ കഥാപാത്രങ്ങളൊക്കെ പ്രാകൃത ഭാഷയാണ് പറയേണ്ടിയിരുന്നത്. ഇന്ത്യൻ തത്വചിന്തയ്ക്ക് അടിസ്ഥാനമിട്ട ചില ദർശനങ്ങളും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. ഷഡ് ദർശനങ്ങൾ അല്ലെങ്കിൽ 6 സിസ്റ്റംസ് ഓഫ് ഫിലോസഫി എന്ന് അറിയപ്പെട്ടവ പരസ്പര സംവാദങ്ങളിലൂടെയാണ് രൂപപ്പെട്ടു വന്നത്. ഈ ദർശനങ്ങളെയും അവയുടെ വക്താക്കളെയാണ് ഇവിടെ കൊടുത്തത് കേട്ടോ. അപ്പൊ ഇതെന്താണ്? ഷഡ് ദർശനങ്ങൾ എന്നറിയപ്പെടുന്നത്, ഷഡ് ദർശനങ്ങൾ. ഓക്കെ. അപ്പൊ സാങ്ക്യന്റെ വക്താവ് കപിലനാണ്. യോഗ പതഞ്ജലി, ന്യായ ഗൗതമൻ, വൈശേഷിക കണാദൻ, വേദാന്ത
ബാദരായണ, അതുപോലെ മീമാംസ, ജൈമിനി ട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതും പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് കേട്ടോ. ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് പാർട്ടാക്കിടാം. അപ്പൊ ഇത്രയും ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. അപ്പൊ ഇനി ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട്, നമുക്കറിയാം 10th പ്രിലിംസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ VFAയുടെ എക്സാം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നന്നായിട്ട് പഠിക്കട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.